സൊഹ്റാൻ മാംദാനി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത സ്ഥലത്ത് നിന്ന് സിറ്റി ഹാളിൻ്റെ താഴെയുള്ള സബ്വേ സ്റ്റേഷൻ, അതുപോലെ തന്നെ ഇന്ന് പകൽ സമയത്ത് സിറ്റി ഹാളിൻ്റെ മുൻപിലുള്ള ഒരു ബ്ലോക്ക് പാർട്ടി എന്ന നിലയിൽ രണ്ടാമതൊരു സത്യപ്രതിജ്ഞ. ഇത് നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു ഫർലോങ്ങേ ഉള്ളൂ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നു വീണ സ്ഥലത്തേക്ക്. ജസ്റ്റ് ഒരു ഫർലോങ് മാത്രം. അതിൻ്റെ അടുത്തായിരുന്നു എൻ്റെ ഓഫീസ്. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് ആ സ്ഥലങ്ങളെ പറ്റിയെല്ലാം എനിക്ക് പറയാനാവുന്നത്. അപ്പോൾ അത് ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നപ്പോൾ അത് മുസ്ലിം ഭീകരവാദികൾ വന്ന് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തു. 30,000-ഓളം പേർ അവിടെ ചത്തൊടുങ്ങി. അതിൽ 1,100 പേരോളം ഇപ്പോഴും അവരുടെ അവശിഷ്ടങ്ങൾ മെഡിക്കൽ എക്സാമിനറുടെ ഓഫീസിലുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ കാര്യത്തിൽ ഒരു ക്ലോഷർ ഉണ്ടായിട്ടില്ല ആ വീട്ടുകാർക്ക്. അതായത് മരിച്ചു കഴിഞ്ഞാൽ, ബോഡി കിട്ടിക്കഴിഞ്ഞാൽ ആ മരിച്ചു എന്ന് നമുക്ക് ഉറപ്പായി. ആ ബോഡി കിട്ടുന്നത് വരെ ഒരു നേരിയ പ്രത്യാശ നമ്മുടെ എല്ലാം മനസ്സിൽ കിടക്കും, ആളുകളുടെ ബന്ധുക്കളുടെ മനസ്സിൽ കിടക്കും. അപ്പോൾ ഇപ്പോഴും ആ ആളുകൾ ഒരു ത്രിശങ്കുവിൽ കഴിയുന്നു എന്നാണ് പറയുന്നത്, അവരുടെ ബന്ധുക്കൾ. അപ്പോൾ അതിനെപ്പറ്റി അന്ന് ന്യൂയോർക്ക് ടൈംസ് ഒരു ലേഖനം എഴുതിയുണ്ടായി. അതായത് ഈ ഡെഡ് ബോഡി കിട്ടിയ ആളുകൾ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം ആ ഡെഡ് ബോഡി കിട്ടി അവർക്കൊരു ക്ലോഷറായി, ഒരു കാര്യത്തിനൊരു തീരുമാനമായി. നേരെ മറിച്ച് ഡെഡ് ബോഡി കിട്ടാത്തവർ നിർഭാഗ്യവാന്മാർ. അവരിങ്ങനെ ആ നീറി കഴിയുന്നു. അവരുടെ ബന്ധുക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ. പിന്നെ അതുപോലെ തന്നെ കാണുമോ, ഇനി കിട്ടുമോ, അവരെവിടെ പോയി, അതോ അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെയുള്ള ആ സന്ദേഹത്തിൽ നീറി കഴിയുന്നു. അപ്പോൾ അതൊരു ഡെഡ് ബോഡി പോലും ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരു കാലമായിരുന്നു അത്. ആ കാലത്ത് നിന്ന് അന്ന് മുസ്ലിം ഭീകരരാണ് അത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ലോകത്തിൽ ആർക്കും തർക്കമുള്ള കാര്യമല്ല. ചുരുക്കച്ചെറിൽ മാത്രമാണ് പറഞ്ഞത് ഇസ്രയേലാണ് അത് ചെയ്തത്. ഇസ്രയേലിനല്ലാതെ വേറെ ആർക്കും അങ്ങനെ ചെയ്യാനുള്ള കഴിവില്ല. പലയിടത്തു നിന്ന് വിമാനങ്ങൾ റാഞ്ചിക്കൊണ്ടുവന്ന് ഇവിടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിച്ചു തകർത്തു. പിന്നെ വൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോയി, പക്ഷേ അത് നടന്നില്ല. അത് ഇടയ്ക്ക് വെച്ച് പെൻസിൽവേനിയയിൽ വെച്ച് ആ വിമാനം തകർന്നു വീണു. വേറൊരു വിമാനം പെൻറ്റഗണിന് നേർക്ക് പോയി, അവിടെയും ഏതാനും പേര് മരിച്ചു. അപ്പോൾ ഇതെല്ലാം സാധിക്കണമെങ്കിൽ ഇസ്രായേലിനെ പോലുള്ളവർക്കേ പറ്റുള്ളൂ എന്നാണ് ചിലർ പറഞ്ഞത്. എന്തായാലും അങ്ങനെ അതൊരു കോൺസ്പിറസി തിയറി മാത്രമായിട്ടാണ് നമ്മളൊക്കെ കണക്കാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പിന്നിലെല്ലാം മുസ്ലിം തീവ്രവാദമായിരുന്നു എന്നുള്ളതായിരുന്നു വസ്തുത. അപ്പോൾ അതിനുശേഷം, ഈ സംഭവത്തിന് ശേഷം അതിനടുത്തായിട്ട് വേൾഡ് ട്രേഡ് സെൻറ്ററിന് അടുത്തായിട്ട് ഒരു ഇസ്ലാമിക് സെൻറ്റർ പണിയുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് ഒരു ബിൽഡിങ്, അത് വൂൾവർത്തിൻ്റെ ബിൽഡിങ്ങോ മറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്, മുൻ ബിൽഡിങ്. അതവർ മേടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായി. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു മസ്ജിദ് വരുന്നതിന് എതിരായിട്ട്. അപ്പോൾ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏതാണ്ട് 23-24 വർഷമേ ആയിട്ടുള്ളൂ. അതിനിടെ ഒരു മുസ്ലിം മേയറായിട്ട് ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ ചാർജ് എടുത്തിരിക്കുന്നു. വാസ്തവം പറഞ്ഞാൽ അതിശയമാണ്. ഇത് അമേരിക്കയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ സൊഹ്റാൻ മാംദാനി സിറ്റിസനായിട്ട്, അമേരിക്കൻ പൗരനായിട്ട് 7 വർഷമേ ആയുള്ളൂ. 7 വർഷത്തിനിടയിലാണ് ഇത്രയും ഉയർന്നൊരു പദവിയിലാണ് എത്തുന്നത്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ന്യൂയോർക്ക് മേയർ എന്ന് പറഞ്ഞാൽ വലിയ അധികാരമുള്ള സ്ഥാനമാണ്. ഏതാണ്ട് 50,000 പോലീസുകാർ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ്, കാലിഫോർണിയ ഗവർണർ, ന്യൂയോർക്ക് ഗവർണർ, ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനങ്ങളിലൊന്നാണ് ഈ ന്യൂയോർക്ക് സിറ്റി മേയർ എന്നുള്ളത്. അത്രയും അധികാരമുള്ള സ്ഥാനം. എത്രയോ 20-25 ബില്യൻ്റെ ബജറ്റുള്ള നഗരം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് യാതൊരു മയവും കൂടാതെ ഞാൻ മുസ്ലിമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ അഭിമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാംദാനി മത്സരിച്ചത്, വിജയിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയും യഹൂദർക്കെതിരെയും ഒക്കെ ആ സയോണിസ്റ്റ് നിലപാടുകൾക്കെതിരെയൊക്കെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് ഏറ്റവും അധികം യഹൂദരുള്ള ഒരു നഗരത്തിൽ, ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം യഹൂദരുള്ള നഗരത്തിൽ മാംദാനി വിജയിച്ചത്. വാസ്തവം പറഞ്ഞാൽ അതൊരു അതിശയം തന്നെയാണ്. അമേരിക്കയിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഇപ്പം മുൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഫ്രാൻസിൽ പോയി 10, 20, 25 വർഷം താമസിച്ചാലും നിങ്ങളൊരു ഫ്രഞ്ചുകാരനാവുന്നില്ല. നിങ്ങൾ ജർമ്മനിയിൽ പോയി 25 വർഷം താമസിച്ചാലും നിങ്ങൾ ജർമ്മൻകാരനാവുന്നില്ല. നേരെ മറിച്ച് അമേരിക്കയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അമേരിക്കക്കാരനായി മാറി. അത് ലോകത്തിലൊരിടത്തും നടക്കുന്ന കാര്യമല്ല, അമേരിക്കക്കാരനായി മാറുന്നു. അതിൻ്റെ അമേരിക്കയുടെ മഹത്വമാണ് വാസ്തവം പറഞ്ഞാൽ മാംദാനിയുടെ വിജയത്തിൽ നമ്മൾ കാണുന്നത്. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അതിനോട് എനിക്ക് വളരെ താല്പര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട്, പ്രത്യേകിച്ച് നഗരത്തിലെ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിക്കാനുള്ള ആ നിലപാടിനോട് പൂർണ്ണമായ പിന്തുണയാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് നമുക്ക് അത്ര അനുഭവങ്ങളില്ലെങ്കിലും ഇക്കാര്യത്തിൽ സാധാരണ ജനങ്ങളെ ഒരൊറ്റ രാഷ്ട്രീയക്കാരനും അമേരിക്കയിൽ തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം അവർ
പിന്നെ പരസ്യം കൊടുത്താലും ഈ പരസ്യം കിട്ടിയാൽ പിന്നെ പരസ്യം കാണിച്ചാൽ ഉടനെ ആളുകൾ വോട്ട് ചെയ്യും, ആ വോട്ട് കൊണ്ട് ജയിച്ചു പോകാമെന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം കരുതുന്നത്. അങ്ങനെയല്ല, ഇവിടുത്തെ സാധാരണ ജനങ്ങളെയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചാലേ വിജയിക്കാൻ കഴിയുമെന്നാണ് മാംദാനി തെളിയിച്ചത്. അപ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞ പ്രസംഗത്തിൽ, ഇന്ന് ശക്തമായിട്ടുള്ള പ്രസംഗമാണ് അദ്ദേഹം പിന്നെ പറഞ്ഞത്. പിന്നെ ഞാൻ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് തന്നെയാണ്, ഞാനും പറഞ്ഞ ആശയങ്ങൾ, പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്തും. അത് ആർക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നടപ്പിൽ വരുത്തും, അതിൽ മാറ്റമൊന്നുമില്ല. ഉദാഹരണത്തിന് ഈ സിറ്റിയിലോടുന്ന ബസ്സുകളിലെല്ലാം ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ കഴിയുക, പിന്നെ നഗരത്തിലെ ഈ പിന്നെ വാടക നിയന്ത്രണമുള്ള പിന്നെ അപ്പാർട്ട്മെൻറ്റുകൾക്ക് അതിൻ്റെ വാടക കൂട്ടാതിരിക്കുക, പിന്നെ യൂണിവേഴ്സൽ ചൈൽഡ് കെയർ, കൊച്ചുകുട്ടികൾ ഉള്ളവർ അവരെ ഏൽപ്പിച്ചിട്ട്, പിന്നെ കൊച്ചുകുട്ടികളെ ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള സെൻറ്ററുകൾ, അവരെ ഏൽപ്പിച്ചിട്ട് മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകാം. അപ്പോൾ ചെറുപ്പക്കാർക്ക് ഒരു കുടുംബം സ്ഥാപിക്കുന്നതിനൊന്നും പേടിക്കേണ്ടതില്ല. മക്കളുണ്ടാകുന്നതിനും ഒരു കുടുംബം വിവാഹം കഴിക്കുന്നതിനും മക്കളുണ്ടാകുന്നതിനും ഒന്നും പേടിക്കേണ്ടതില്ല. ഇനി മുതൽ മക്കളുണ്ടായി കഴിഞ്ഞാൽ 2-3 മാസമായി കഴിഞ്ഞാൽ ഈ ചൈൽഡ് കെയർ സെൻറ്ററിൽ അവരെ ഏൽപ്പിച്ചിട്ട് അവർക്ക് ജോലിക്ക് പോകാം. അപ്പോൾ ഒന്നും പേടിക്കേണ്ടതില്ല. വളരെ നല്ലൊരു കാര്യം, ഏറ്റവും മനോഹരമായൊരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതെങ്ങനെ നടപ്പിൽ വരുത്തും എന്നുള്ളതാണ്. മാംദാനി പറയുന്നത് പണക്കാരെ ടാക്സ് ചെയ്യണം എന്നാണ്. അപ്പം പണക്കാരെ ടാക്സ് ചെയ്യണമെങ്കിൽ പിന്നെ സത്യപ്രതിജ്ഞ ചെയ്തപ്പം ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോക്കൽ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഗവർണർ കരിയണം. ഗവർണറും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും കഴിഞ്ഞാലേ അവർ ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ടാക്സ് ചുമത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് നടക്കില്ലോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പം പിന്നെ മാംദാനിയുടെ കയ്യിൽ അതിന് മാത്രം പണമില്ല. ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ ഈ ടാക്സ് ഏർപ്പെടുത്തണം. അപ്പോൾ ടാക്സ് ഏർപ്പെടുത്താൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ അനുവദിച്ചാൽ മാത്രമേ നടക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ അത് എങ്ങനെയൊക്കെ നടക്കുമെന്നുള്ളത് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റുകൾ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ സത്യപ്രതിജ്ഞ ചെയ്ത സെനറ്റർ ബെർണി സാൻഡേഴ്സും അതാണ് പറഞ്ഞത്. ഈ മാംദാനി നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ സോഷ്യലിസ്റ്റ് ഒന്നും അല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങളൊന്നും അത്ര വിപ്ലവകരമോ അത്ര കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോ ഒന്നുമല്ല, സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് നടപ്പാക്കുന്നതിൽ ഒരമാന്തവും പാടില്ല, അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഉദ്ഘാടന പ്രസംഗം, ആമുഖ പ്രസംഗം നടത്തിയ കോൺഗ്രസ് അംഗം അലക്സാണ്ട്ര അക്കേഷ്യ കോർട്ടസ് AOC, അവരും തറപ്പിച്ച ആ ന്യൂയോർക്ക് ജനതയുടെ വിഷമതകളെ പറ്റിയാണ് പറഞ്ഞത്, അവരുടെ പ്രയാസങ്ങളും അവർക്ക് സഹായം എത്തിക്കുന്ന കാര്യത്തെപ്പറ്റി. ഈ AOC നമുക്കറിയാം, അടുത്ത US സെനറ്ററോ ചിലപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥി തന്നെ ആയിക്കൂടാഴികയില്ല. ഇപ്പം മാംദാനിക്ക് മേയറാകാമെങ്കിൽ AOCക്ക് ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും പ്രസിഡൻറ്റും ഒക്കെ ആകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അവർക്ക് 37 വയസ്സുണ്ടെന്ന് തോന്നുന്നു. 37 വയസ്സുകൊണ്ട് ഫയർ ബ്രാൻഡ് മാംദാനിയേക്കാൾ. ഇനി മാംദാനിയുടെ പ്രസംഗം ഞാൻ നോട്ട് ചെയ്തത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് നമ്മുടെ ഇംഗ്ലീഷൊക്കെ പോലെ തന്നെയാണ്. ഈ പറയുന്ന പോലെ ഒരു അമേരിക്കൻ ആക്സെൻറ്റ് ഇല്ല. ആക്സെൻ്റ് എന്നല്ല ആക്സെൻ്റ് എന്നാണ് പറയേണ്ടതെന്ന് ആരോ ഒരു കമൻറ്റിൽ എഴുതുന്ന കണ്ടു. എങ്ങനെയായാലും ആക്സെൻ്റ് ആയാലും കുഴപ്പമില്ല. അദ്ദേഹം നമ്മളൊക്കെ സംസാരിക്കുന്ന ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകും. നേരെ മറിച്ച് ഇവിടെ ഈ മുഖ്യധാരയുള്ള അമേരിക്കക്കാർ പലപ്പോഴും പറയുന്നത് നമുക്ക് മനസ്സിലാകാറില്ല. അതിലേറ്റവും തമാശ, നമ്മുടെ ഇന്ത്യക്കാർ ഇംഗ്ലീഷ് പറഞ്ഞാൽ തീരെ മനസ്സിലാവില്ല. അമേരിക്കക്കാർ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പക്ഷേ ഇന്ത്യക്കാർ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കും. അതാണ് വസ്തുത. എന്തായാലും മാംദാനിയുടെ ഇംഗ്ലീഷ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ന്യൂയോർക്ക് ടൈംസിൽ മാംദാനി ഈ ന്യൂയോർക്ക് സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏതാണ്ട് 3000 വാക്കുകളുണ്ടായിരുന്നതാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലെ ഫുഡിൻ്റെ കാര്യത്തെപ്പറ്റി പറയുന്നു. ഈ ഫുഡ് ഈ ഏതോ ഒരു കബാബ് ഹൗസോ അവിടെയൊക്കെയാണ് മാംദാനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ. അവിടെ ബിരിയാണി കൈകൊണ്ട് വാരി കഴിക്കുന്ന പടം ന്യൂയോർക്ക് ടൈംസ് ഇന്നത്തെ പത്രത്തിലും അച്ചടിച്ചിരുന്നു. എന്തായാലും കൈകൊണ്ട് വാരി കഴിക്കുന്ന വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ടായിരുന്നു ഇവിടെ ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. ഇനി മാംദാനി ഇങ്ങനെ കഴിക്കുന്നത് വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ, ഈ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരിങ്ങനെ ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ അത് അനുകരിക്കും. നമുക്കറിയാം, ഈ പ്രിയങ്ക എന്നുള്ള പേര് ആദ്യമായിട്ട് ഞാൻ ആ പേര് കേൾക്കുന്നത് സോണിയാഗാന്ധിയുടെ മകൾ പ്രിയങ്ക. ഇന്നിപ്പം നാട് നീളെ പ്രിയങ്കമാരാണ്, അല്ലേ? അതിശയിച്ചു പോകും. ആരെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അനുകരിക്കാൻ നമുക്കൊക്കെ താല്പര്യമാകും. അതേസമയം തന്നെ ബിരിയാണി കൈകൊണ്ട് കഴിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഹരിദ്വാരിൽ പോകുന്ന വഴിക്ക് ഈ ചോറ് കൈകൊണ്ടാണ് വാരി തരുന്നത്. അത് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ സംസ്കാരത്തിന് കൈകൊണ്ട് ചോറ് വാരി കഴിഞ്ഞാൽ ആ ചോറ് നമ്മളെങ്ങനെയാണ് കഴിക്കുക? അതൊരു എച്ചിലായി പോയത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ അവിടുത്തുകാർക്കത് പ്രശ്നമില്ലായിരിക്കാം. അതുകൊണ്ടാണല്ലോ അവർ കൈകൊണ്ട് വാരി തരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെയും ഈ കൈകൊണ്ട്
വാരിത്തരുന്ന ആ ഒരു സംസ്കാരം ഇത് മോശമല്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കാനായിട്ട് ചിലപ്പോൾ മാംദാനിക്ക് കഴിഞ്ഞു എന്ന് വരാം. എന്തായാലും മാംദാനി ഇനി ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ പറയാനുണ്ട്. മാംദാനി മുസ്ലിം, ആദ്യത്തെ മുസ്ലിമാണ്. ഖുറാനിൽ കൈവച്ചാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. ഓക്കെ അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഇസ്ലാമിക് സെൻറ്റർ ഓഫ് ന്യൂയോർക്ക് സിറ്റിയുടെ ഇമാം ഖാലിദ് ലത്തീഫ്, അദ്ദേഹമാണ് ഇൻവോക്കേഷൻ പ്രെയർ, അതായത് ഇൻവോക്കേഷൻ പ്രെയർ അതിനെ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രെയർ ഈ ഒരു പരിപാടി നടക്കുന്നതിന് മുമ്പുള്ള ആമുഖ പ്രാർത്ഥന നടത്തിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ മാംദാനിയുടെ പാതകളൊന്നും അത്ര എളുപ്പമായിരിക്കില്ല, കാരണം പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. എല്ലാം നഗരത്തിലൊട്ടാകെയുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതേസമയം തന്നെ ഈ മാംദാനിയിൽ വിശ്വാസം അർപ്പിക്കുകയും അതുപോലെ തന്നെ മാംദാനി സ്വന്തം വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തതൊക്കെ അദ്ദേഹം വളരെ ആദരപൂർവ്വം പരാമർശിക്കുകയും ചെയ്തു. എങ്ങനെയായിരുന്നാലും ന്യൂയോർക്ക് പോലുള്ള ഒരു നഗരത്തിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുള്ളൂ. ഒരു മുസ്ലിം മേയറായി ആ മേയർ ആ ഇസ്ലാമിക വിശ്വാസം ഉറപ്പിച്ചു പറയുകയും ചെയ്തു. ഒരു ഇസ്ലാമിക മേയർ ഈ 9/11 തൊട്ടടുത്ത് 9/11 സ്മാരകത്തിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെയൊരു പ്രയർ നടത്താൻ ഇടവന്നു എന്നുള്ളത് തന്നെ ആ ന്യൂയോർക്കിൻ്റെ ഒരു മഹത്വം കാണിക്കുന്നു. എന്തായാലും അതൊരു കാര്യം. ഇനി അതിൻ്റെ കൂടെയാണ് ഇന്നത്തെ ന്യൂയോർക്ക് ടൈംസിലും പറഞ്ഞത് മാംദാനി മുസ്ലിമാണ്, അതിന് പുറമെ അദ്ദേഹം സൗത്ത് ഏഷ്യനാണ്. ആരടാ ഈ സൗത്ത് ഏഷ്യൻ? അത് കേൾക്കുമ്പോൾ മോശം പറഞ്ഞാൽ പണ്ടുകാലത്ത് ഈ ഹിന്ദുത്വ അനുകൂലികളെല്ലാം അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരുമായിരുന്നു. അപ്പോൾ അന്ന് ഞാനൊക്കെ അത് അതിലെന്താ കാര്യം ഇരിക്കുന്നത്, സൗത്ത് ഏഷ്യൻ എന്ന് പറഞ്ഞാലും ഇന്ത്യൻ എന്ന് പറഞ്ഞാലും നമുക്ക് എന്താണ് പ്രശ്നം ഇരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നതല്ല. ഇന്ന് എനിക്കും അരിശം വരുന്ന കാര്യമാണ്. ഇന്ത്യക്കാരൻ തന്നെ പറയണം. ഇന്ത്യക്കാരൻ സൗത്ത് ഏഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്കാരനല്ല, സൗത്ത് ഏഷ്യൻ അല്ല, നമ്മൾ ഇന്ത്യക്കാരാണ്. മാംദാനി ഇന്ത്യക്കാരനാണ്. അതാണ് മാംദാനിയുടെ ഐഡൻറ്റിറ്റി. അത് പറയാതെ സൗത്ത് ഏഷ്യൻ എന്തോന്ന് സൗത്ത് ഏഷ്യൻ? എവിടെയാണ് ഈ സൗത്ത് ഏഷ്യ? അതായത് കുറേ രാജ്യങ്ങൾ, ആ ചുറ്റുപാട് കൊണ്ട് 6-7 രാജ്യങ്ങളെയാണ് ഈ സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത്. അത് അതുപോലെ തന്നെ ഏഷ്യയുടെ കാര്യവും അതുപോലെ തന്നെ. ഏഷ്യ എന്ന് പറയുമ്പോൾ ചൈന ഉൾപ്പെടെ, ചൈനക്കാരും നമ്മളുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എന്ന് പറഞ്ഞ പോലെ ബംഗ്ലാദേശികളും ഗുജറാത്തികളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതേ സ്ഥിതി തന്നെയാണ്. എന്തായാലും ഈ സൗത്ത് ഏഷ്യൻ എന്ന് പറഞ്ഞ് നമ്മുടെ ആ ഇന്ത്യൻ ഐഡൻറ്റിറ്റി മറച്ചു വെക്കുന്നു. അത് വളരെ ഖേദകരമാണ്. പ്രത്യേകിച്ച് ഇവിടെ ഈ വർഗീയക്കാരൊക്കെ ശക്തിപ്പെട്ടിരിക്കുന്നിടത്ത് ഇതാ ഒരു ഇന്ത്യക്കാരൻ ഈ സ്ഥാനങ്ങളിലൊക്കെ എത്തിയിരിക്കുന്നെന്ന് അഭിമാനപൂർവ്വം പറയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഒഹായോയിൽ ഗവർണറായിട്ട് രാമസ്വാമിയും വരട്ടെ, അദ്ദേഹവും ഒരു ഇന്ത്യക്കാരനാണെന്ന് അഭിമാനപൂർവ്വം പറയാനായിട്ട് നമുക്ക് അവസരം വരട്ടെ. എന്തായാലും മാംദാനിക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നയപരിപാടികൾ ഗംഭീരമാണ്, അത് നടക്കട്ടെ. മതപരമായ കാര്യം അത് നമുക്ക് ബാക്ക് ബർണറിലേക്ക് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം, അത് നമ്മൾ കണക്കാക്കേണ്ട കാര്യമല്ല. അങ്ങനെ വരട്ടെ.